ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി പ്രിയപ്പെട്ടവരോട് അടുത്തു വരുവാൻ എനിക്ക് ദൈവം നൽകിയ അവസരത്തിനായിട്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയപ്പെട്ടവരായ നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പെട്ടെന്ന് പിടിച്ചുലയ്ക്കുന്ന ചില സന്ദർഭങ്ങൾ കടന്നു വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എത്ര ധൈര്യശാലിയായ മനുഷ്യനും ഭയപ്പെട്ടു പോകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. ദാവീദ് യഹൂദയുടെ രാജാവായി വാഴുന്ന കാലത്താണ് തൻ്റെ മകനായ അബ്ശാലോമിൽ നിന്ന് ഒരു വലിയ പ്രതികൂലമുണ്ടാകുന്നത്. രാജാവിനെ കൊല്ലുവാൻ തക്കവണ്ണം തൻ്റെ മകൻ അബ്ശാലോം പദ്ധതികൾ ഒരുക്കി. ദാവീദിനെ കൊന്നിട്ട് ആ സിംഹാസനത്തിൽ തനിക്ക് ഇരിക്കണമെന്ന് ഒരു ദുഷ്ടചിന്ത അബ്ശാലോമിൻ്റെ ഹൃദയത്തിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ആ പദ്ധതിയുടെ സാഹചര്യം മനസ്സിലാക്കിയ ദാവീദ് ഭയപ്പെട്ടു പോയി. ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. രാജാവായാലും സാധാരണ മനുഷ്യനായാലും എത്ര വലിയ ചട്ടമ്പി ആയാലും സ്വന്തം ജീവൻ എല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ്. ആ ജീവനെ രക്ഷിക്കുക എന്നുള്ളതാണ് അവർക്ക് ആ കൂടെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം. അതിനുവേണ്ടി കൊട്ടാരം വിട്ട് ഓടേണ്ടി വന്നാലും ഓടും. സ്തോത്രം. ദാവീദ് ഇത്രയും ഭയപ്പെട്ട ഒരു സാഹചര്യമാണെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ 3-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യമാണ്. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങൾ വരാറുണ്ട്. ചില മാരകമായ രോഗങ്ങൾ വന്നാൽ നമുക്ക് ഉറങ്ങാൻ കഴിയുകയില്ല. നാളെ എന്നുള്ള ചില ചിന്തകൾ ഹൃദയത്തിൽ വന്നാൽ പിന്നെ ഉറങ്ങാൻ കഴിയുകയില്ല. നമ്മുടെ ഉറക്കം കെടുത്തുന്ന മറ്റു പല വിഷയങ്ങളും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചാലും ഉറങ്ങാൻ സാധിക്കുകയില്ല. കട്ടിലിൽ വളരെ ആഗ്രഹത്തോടെ നാം ഉറങ്ങണമെന്നുള്ള ചിന്തയോടുകൂടി കയറി കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്ന ധാരാളം പേരുണ്ട്. ഉറങ്ങാൻ കഴിയുക എന്നത് ഒരു വലിയ കൃപയാണ്. ഏത് പ്രതികൂലത്തിന് നടുവിലും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്നു, തനിക്കെതിരെ ഭീഷണി ഉണ്ടായിട്ടും തൻ്റെ സിംഹാസനം തട്ടിപ്പറിക്കാൻ മകൻ ഇറങ്ങി പുറപ്പെട്ടു എന്നറിഞ്ഞിട്ടും ദാവീദ് സ്വസ്ഥമായി കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. നമുക്കെത്ര പേർക്ക് അങ്ങനെ ഉറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു. സ്തോത്രം. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ നേരം പുലരുമ്പോൾ ജീവനോടെ എഴുന്നേൽക്കാൻ കഴിയുമെന്ന് ആർക്കും പറയുവാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സ്തോത്രം. ഇവിടെ ദാവീദിന് അങ്ങനെ പറയുവാൻ കഴിയുന്നതിന് കാരണമുണ്ട്. ദാവീദ് പറയുന്നത്, യഹോവ എനിക്ക് ചുറ്റും പരിചയമാണ്, എൻ്റെ മഹത്വമാണ്,
എൻ്റെ തല ഉയർത്തുന്നവനാണ്. സ്തോത്രം. ദാവീദിനെ അനുഗ്രഹിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ദൈവമാണ്. ദാവീദിനെ നിലനിർത്തുന്നതും ദൈവമാണ്. സ്തോത്രം. അഭിഷിക്തനായ ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. ദൈവമറിയാതെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ശത്രു എത്ര പ്രബലനായാലും ദൈവം അനുവദിക്കാതെ അഭിഷിക്തൻ്റെ നേരെ ഒരു വിരൽ ചൂണ്ടുവാൻ പോലും ആർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൽ അങ്ങനെയുള്ളവർ ആയിരിക്കുമ്പോൾ ആർക്കും തന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സന്ദർഭം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, ദൈവം നമ്മെ പരിപാലിക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും പരിപാലനവും ആവശ്യമാണ്. ഭയം കൂടാതെ ഉറങ്ങുവാനുള്ള കൃപ ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഏക പോംവഴി ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ സാധിക്കും. ടെൻഷനുകൾ ഒഴിഞ്ഞ്, ഭയങ്ങൾ ഒഴിഞ്ഞ് സുഖമായിട്ടുറങ്ങി ദൈവത്തിൻ്റെ കൃപയാൽ പുതിയൊരു പ്രഭാതങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഉണരുവാൻ ദൈവം സഹായിക്കും. ഈ വചനം ഉറങ്ങാൻ കഴിയാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊന്ന് ഉറങ്ങുവാൻ കൃപ തരണമേ. ഞാൻ എൻ്റെ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ്. എനിക്ക് നല്ലൊരു ഉറക്കം തരണമേ. സുഖകരമായിട്ട് ഉറങ്ങി പ്രഭാതത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ഉണരുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാ വിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.